കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാർ എന്ന സ്ഥലത്തൂടെ അങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യായിരുന്നു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ബസ് ഇങ്ങനെ പുറത്തേക്ക് വന്നു. അവരുടെ മുമ്പിൽ സൈക്കിളിൽ യാത്ര ചെയ്യുന്നൊരു പ്രായം ചെന്നൊരു മനുഷ്യനുണ്ട്. പക്ഷേ ഈ ബസ് ഡ്രൈവർ അയാളെ കണ്ടില്ല. അങ്ങനെ ബസ് മുന്നോട്ടെടുത്തു. എടുക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ബസ് ഡ്രൈവർ കണ്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ മിണ്ടാതിരിങ്ങനെ നിന്നു. അങ്ങനെ തട്ടിയെന്ന് കണ്ടപ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ ഒപ്പമുള്ള ആളുകളൊക്കെ ശബ്ദം ഉണ്ടാക്കി. ബസ്സുകാരൻ അപ്പോഴാണ് അറിയുന്നത് കാര്യം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പ്രായം ചെന്ന ആളുടെ കാലിൽ എന്തോ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ നിന്ന് മുഴുവൻ ചോര അങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊക്കെ ഭയങ്കര സങ്കടം. കാരണം ഞാൻ കുറച്ചുകൂടി മുമ്പ് ഒന്ന് ഒച്ച ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ഒച്ച വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഞാൻ ലാ തഹ്സൻ എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു കിതാബുണ്ട് അറബിയിലുള്ള, അതിങ്ങനെ വായിച്ച് നോക്കിയായിരുന്നു. ഫസ്റ്റ് പേജല്ല, ഞാൻ വായിക്കാൻ തുടങ്ങിയ ഫസ്റ്റ് പേജിൽ തന്നെ അതിനുള്ളൊരു ഉത്തരം കണ്ടു. ലൻ തഹ്ദ അഅസാബുക, നിൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങൾക്കൊന്നും ഒരു റാഹത്ത് കിട്ടൂല. ഹത്താ തുഅ്മിന ബിൽ ഖളാഇ വൽ ഖദരി, നമ്മൾ വിധികളിൽ പഠിച്ചോ നമുക്ക് തരുന്ന ഖളാഇലും ഖദറിലും നമുക്ക് വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് റാഹത്ത് ഉണ്ടാവില്ല. എന്നിട്ട് പറയാണ്, ജഫൽ ഖലമു ബിമാ അൻത ലാഖിൻ, നീ കണ്ടുമുട്ടാൻ പോണ കാര്യങ്ങളൊക്കെ നേരത്തെ എഴുതി വെക്കപ്പെട്ടതാണ്. എന്നിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഫലാ തദ്ഹബ് നഫ്സുക ഹസറാത്തിൻ, നീ അത് വിചാരിച്ച് പിന്നെ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഹത്താ തളുന്ന അന്നഹു കാന ബി ഉസ്ഇക ഇഖാഫുൽ ജിദാരി അൻ യൻഹറ, ആ പൊളിയാൻ പോണ മതിൽ ഞാൻ പിടിച്ചെച്ചീനെങ്കിൽ അത് പൊളിയാതെ അവിടെ നിൽക്കാനല്ലോ, അങ്ങനെ വിചാരിച്ച് ഇനി ടെൻഷൻ ആവണ്ട, അതൊക്കെ പഠിച്ചോ നേരത്തെ കണക്കാക്കി വെച്ചതാണ് എന്ന് മനസ്സിലാക്കുക. അത് കേട്ടപ്പോൾ റാഹത്ത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എല്ലാം നേരത്തെ